ഇംഗ്ലീഷിലാണല്ല മെസ്സേജ്. കുട്ടനാടിന്നോ കുട്ടനോട് ചോദിച്ചു നോക്കി ഇതൊന്ന്. ഓ ഇയാളിന്ന് പണിക്കും പോയിട്ടേ. ഇപ്പൊ അമ്മ കാണുമല്ലോ. എന്റെ അന്റെ പേടിക്കാനുള്ള പരിപാടിയല്ലേ. ആ പ്രശ്നേച്ചേ ചായ കുടിച്ചാ? അതെ പണിക്ക് പോയിട്ടില്ലേ? ഇല്ല, ഇന്ന് പണി ലീവ് തന്നെ. കുട്ടിയെ കാണാൻ വേണ്ടി വന്നു. എന്നാ രാവിലെ തന്നെ എന്നെക്കാണ്ട്. രാവിലെയാ? സമയം 11 ആയിടോ. നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് സീക്രറ്റാ. കുറച്ച് രഹസ്യാന്ന്. കുറച്ച് അണക്ക് കൊടുത്തോന്നാലേ. 10 മണിക്ക് ഒരു മെസ്സേജ് തോന്നി. ഒരു പെണ്ണയച്ചു. പെണ്ണ ഇംഗ്ലീഷാണ്. നോക്കിയേ 10 മണിക്കായി. ഇതൊന്നുമില്ല. ഏതോ ബിന്ദു എന്ന് പറഞ്ഞ 6-ാം മൈൽ ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞു. ആ കോട്ടേഴ്സ് തന്നെയാ ആയിരിക്കും. കോട്ടേഴ്സ് ഇത് ഇംഗ്ലീഷിലാണല്ലോ. നിങ്ങൾക്കൊന്നും തിരിഞ്ഞാ? ഇംഗ്ലീഷ് ആയതുകൊണ്ടല്ലേ. അടിപൊളി നമ്മളെ മുത്ത്. ആ ചോദിച്ചാ അത് ഞാനൊന്നും അല്ലടായിരുന്നു. ആരാ എന്നോട് പറഞ്ഞത്? ഞാനല്ലാതെ വെറുതെ എന്തെങ്കിലും പറയലാണ്. രാവിലെ തന്നെ ഭ്രാന്ത് പഠിപ്പിക്കല്ല. നീ അതായിരിക്കും സെൻഡ് ചെയ്ത് കൊടുത്തേക്കല്ലേ. ഇന്നലെ മെസ്സേജ് അയച്ച ആരാന്നാ പറഞ്ഞേ? ബിന്ദു. ബിന്ദുവാ? അയച്ചിത് ബിന്ദുച്ചല്ലേ ഫോട്ടോസിന്റെ? നിന്റെ ജന്തു ഞാൻ കൊന്നാളി. നീ നോക്കട്ടെ 10,000 ഉറുപ്പ്യാന്ന് പോയി. 10,000? നീ 10,000 ഉറുപ്പ്യ പോയത് നിന്നെ കൊണ്ട് ഞാൻ മുതലൊക്കെ. നിന്നെ ഞാനല്ല. നിനക്കെന്നാ പിന്നെ ഇങ്ങനെ പറയണോടാ? കൊന്നാളി ഞാൻ 10,000 ഉറുപ്പ്യ എൻ്റെ തോമ്പിട്ടി കൊണ്ടോ. നീ കൊടുത്തു നാളെ കിട്ടിക്കോളൂ എൻ്റെ പൈസ. 10,000 ഉറുപ്പ്യ ഞാൻ തരാനാ. നിങ്ങൾ കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് പൈസ പോയാലും ഞാൻ തരാനാ. അനക്കൊന്നുമില്ല. പണിയും കൂലിയില്ലാതെ ഞാനിരുന്ന് 10,000 തന്നെ. പല്ല് പോയി തോന്നും. ഹലോ. അത് എൻ്റെ വീഡിയോ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലടാ. ഞാനല്ലാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എന്തൊരു അവസ്ഥയായത്. ഞാനല്ലടാ. ഇംഗ്ലീഷ് അറിയാതുകൊണ്ട് വീട്ടിലന്മാരെ ഡിക്ഷണറി എടുത്തിട്ട് പഠിച്ചിട്ട് എന്നിട്ട് അതും എന്നിട്ട് കിട്ടിയ പണി കിട്ടും. എന്നാടാ ഒച്ചയായിട്ടെ? ഒന്നുമില്ല. വിഷു അല്ലേ? പടക്കം പൊട്ടിയോ? എന്നാണ്